ഹലോ, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ക്രീപ്സ് ആണ്. ക്രീപ്സ് എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പാൻ കേക്ക് ആണെന്ന് പറയാം. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ക്രീപ്സ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം ക്രീപ്സിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് പാല്, 2 മുട്ട, 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ, 1 കപ്പ് മൈദ. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തും ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ബൗളിനകത്തോട്ടോ മറ്റോ ഇട്ടിട്ട് ഒരു വിസ്കോ മറ്റോ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കട്ടകളില്ലാത്ത രീതിയിൽ വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ഇനി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് നേരം അടിക്കേണ്ട, ജസ്റ്റ് കട്ടകളില്ലാത്ത രീതിയിലുള്ള ബാറ്റർ ആകുന്നിടം വരെ അടിച്ചെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് കട്ടിയിലും ആവരുത്, എന്നാൽ തീരെ വെള്ളം പോലെയും ആകരുത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പരുവത്തിൽ മതി ബാറ്റർ. ഇനി ക്രീപ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ക്രീപ്പ് ആൻഡ് പാൻ കേക്ക് പാൻ ആണ്. ഇത് വേണമെന്നില്ല, സാധാരണ നോൺ സ്റ്റിക്ക് പാൻ ഇല്ലേ, അതെടുത്താലും മതി. ഇതിൽ വേണമെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നേരിട്ട് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പാൻ ഒരുപാട് അങ്ങ് ചൂടായി പോവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ആവുകയാണെങ്കിൽ ബാറ്ററി ഇതേപോലെ ചുറ്റിച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പം സൈഡൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടാം. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ബാക്കി ബാറ്ററും ഇതേപോലെ തന്നെ ചെയ്യാം. അത്രയും ബാറ്റർ വെച്ച് 6 ക്രീപ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിലെ ഫില്ലിങ്സിനായിട്ട് കുറച്ച് സ്ട്രോബെറിയും ബനാനയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡും എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ചോക്ലേറ്റ് സ്പ്രെഡ് വാങ്ങാൻ കിട്ടുന്നത്. അതിൽ നിന്നും കുറച്ച് എടുത്തേക്കുന്നതാണ്. ചോക്ലേറ്റ് സ്പ്രെഡിന് പകരം ന്യൂട്ടല്ല വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഒരു ക്രീപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്യത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് കൂടി വെച്ച് കൊടുക്കാം. ഇതല്ലാതെ വേറെ ഫ്രൂട്ട്സും ഫില്ലിങ്സിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അധികം കട്ടിയില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഫ്രൂട്ട്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കിയെടുക്കാം. ഒരു ക്രീപ്പ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയും ഇതേപോലെ തന്നെ ചെയ്യാം. കുറച്ച് ഐസിങ് ഷുഗർ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഹണി അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പൊക്കെ വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് വളരെ യമ്മി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്